ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചരിത്രമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ചരിത്രം. ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആ ചരിത്ര സംഭവം അരങ്ങേറിയത്. പക്ഷേ നമ്മുടെ നാടായ കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. കാരണം അത്രയും അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ദിവസങ്ങളിൽ അവിടെ നടന്നത്. ഈ സ്ഥലം എവിടെയാണ്? എനിക്ക് പേഴ്സണലി നല്ല പരിചയമുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ പഠിച്ചത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെ നിന്നും ഏതാണ്ട് ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് പോകുമ്പോൾ എത്തിച്ചേരാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കഥാപശ്ചാത്തലം. ഈ സ്ഥലത്തിൻ്റെ പേര് വളരെയധികം വിചിത്രമാണ്. ഏതാണ്ട് ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സ്ഥലപ്പേര് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അന്ന് ചെറുതോണി നിൽക്കുമ്പോൾ ഒരു ബസ് കടന്നു പോകുന്നതായിട്ട് ഞാൻ കണ്ടു. ആ ബസ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. അത് ആ ബസ്സിൻ്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല, ആ ബസ്സിൻ്റെ മുൻപിൽ എഴുതി വച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേര് കൊണ്ടാണ്. തങ്കമണി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കേട്ടപ്പോൾ വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരു സ്ഥലത്തിന് എങ്ങനെയാണ് തങ്കമണി എന്ന ഒരു പേര് വരിക? കുറച്ച് പേരോട് ആ സ്ഥലത്തെക്കുറിച്ച് തിരക്കുകയുണ്ടായി. അപ്പോഴാണ് അത്ഭുതകരമായിട്ടുള്ള ആ കഥ അറിയാൻ സാധ്യമായത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആദിവാസി മൂപ്പൻ്റെ ഒരു മകളുടെ പേരാണ് തങ്കമണി. 3 പെൺമക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 3 പെൺമക്കൾ ഒരാളായ തങ്കമണിക്ക് സ്ത്രീധനമായിട്ട് ഒരു ഭൂഭാഗം അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ആ ഭൂഭാഗത്തിനാണ് പിന്നീട് തങ്കമണി എന്ന പേര് ലഭ്യമായത്. പക്ഷേ നമ്മളിവിടെ പറയാൻ പോകുന്ന സംഭവം നടക്കുന്നത് അത്രയധികം പഴക്കമുള്ള ഒരു കാലഘട്ടത്തിലല്ല. ഏതാണ്ട് ഒരു 35 വർഷങ്ങൾക്ക് മുൻപാണ്. 1986. 86-ലെ തങ്കമണി എന്ന് പറയുന്ന സ്ഥലം. ഇടുക്കിയിലെ തങ്കമണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അത് ശരിക്കും റൂറൽ ഏരിയ തന്നെയാണ്. അത് ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിലും 1980-കളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടുത്തെ റോഡുകളൊക്കെ ഈ കാലഘട്ടത്തിൽ അതിമനോഹരമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഞാനൊരു 10 വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ കഴിഞ്ഞിരുന്നത്. അതിന് ശേഷമുള്ള റോഡ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ മനോഹരമായിട്ടുള്ള റോഡുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കഥാപശ്ചാത്തലം നടക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. റോഡുകളുടെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. തങ്കമണി എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ബസ് റൂട്ടുണ്ട്. എലൈറ്റ് മോട്ടോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബസ്സാണ് അവിടേക്ക് യാത്ര ചെയ്യുന്നത്. എല്ലാ ദിവസവും തങ്കമണിയിൽ എത്തിച്ചേരുകയും തിരികെ കട്ടപ്പനയിൽ എത്തിച്ചേരുകയും ചെയ്യേണ്ട ബസ്സാണ്. പക്ഷേ ഇത് തങ്കമണി വരെ എത്തിച്ചേരാറില്ല. പാറമട എന്ന സ്ഥലം വരെ മാത്രമേ ആ ബസ് എത്തിച്ചേരുകയുള്ളൂ. അതിനുശേഷമുള്ള റോഡാണ് പ്രശ്നം. വളരെ മോശം അവസ്ഥയിലുള്ള റോഡാണ്. അതുവഴി ശരിക്കും ബസ്സിന് യാത്ര ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ഈ ബസ്സിൻ്റെ ഉടമയായ ദേവസ്യയ്ക്ക് ബസ്സിനെ അവിടേക്ക് അയക്കാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ വരെ യാത്ര ചെയ്യാനുള്ള പെർമിറ്റ് ആയിരുന്നു അദ്ദേഹത്തിന് ലഭ്യമായിരുന്നത്. തങ്കമണി വരെ യാത്ര ചെയ്യാനുള്ള ബസ് ടിക്കറ്റും എടുത്ത് നിങ്ങൾ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പാറമട കഴിയുമ്പോൾ നിങ്ങളെ ആ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നതാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നതാണ്. ധാരാളമായിട്ട് കോളേജ് വിദ്യാർത്ഥികൾ ഈ ബസ്സിനെ ആശ്രയിച്ച് കഴിഞ്ഞു പോകുന്നുണ്ട്. അവരും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ബസ് അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ മാറ്റമുണ്ടാക്കിയ ഒരു സംഭവമുണ്ട്. 1986 ഒക്ടോബർ മാസം 21-ാം തീയതി അന്ന് ആ ബസ് പതിവ് പോലെ തന്നെ പാറമടയിൽ എത്തിച്ചേരുകയുണ്ടായി. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥി വാശി പിടിച്ചു, ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പാറമടയിൽ ഇറങ്ങാൻ വേണ്ടിയല്ല, എൻ്റെ ഡെസ്റ്റിനേഷൻ തങ്കമണിയാണ്. തങ്കമണി വരെ ഈ ബസ് എന്തായാലും എത്തിച്ചേരേണ്ടതാണ്. അവിടെ മാത്രമേ ഞാൻ ഇറങ്ങുകയുള്ളൂ. ബസ്സിലെ ജീവനക്കാരുമായിട്ട് ആ വിദ്യാർത്ഥി ഉടക്കിലായി. ആദ്യമൊക്കെ വാഗ്വാദങ്ങളായിരുന്നെങ്കിൽ പിന്നീട് ബസ് ജീവനക്കാരിൽ നിന്നും ശക്തമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഈ വിദ്യാർത്ഥിനിക്ക്. ഒടുവിൽ മർദ്ദനമേറ്റ് അവശനായ ആ വിദ്യാർത്ഥിയെ അവർ ബസ്സിൽ നിന്നും തൂക്കി വെളിയിലേക്ക് എറിയുകയായിരുന്നു. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഈ വാർത്ത തങ്കമണിയിലുള്ള എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരുകയാണ്. എല്ലാവരും പ്രകോപിതരായി. ഇതിങ്ങനെ തുടരാൻ അനുവദിക്കാൻ പാടില്ല. അടുത്ത ദിവസം ബസ് പാറമടയിൽ എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും ആ ബസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ബസ്സിനെ അവിടെ നിർത്താതെ തങ്കമണിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 22-ന് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയും സംഘടിച്ച് ആ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് പതിവ് പോലെ ബസ് പാറമടയിൽ എത്തുന്നുണ്ട്. ബസ് ഇവിടെ വരെ മാത്രമേ ഉള്ളൂ, ഇനി അങ്ങോട്ട് യാത്ര ചെയ്യുകയില്ല. അവിടേക്ക് ടിക്കറ്റ് എടുത്ത എല്ലാവരും ബസ്സിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങേണ്ടതാണ്. ഒരു ആജ്ഞയുടെ സ്വരത്തിലാണ് കണ്ടക്ടർ ഈ കാര്യം പറയുന്നത്. പക്ഷേ ആരും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല.
ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്ന തങ്കമണിയിലേക്ക് തന്നെ ബസ് പോകണം, അല്ലാത്ത പക്ഷം നിങ്ങൾക്കിവിടെ നിന്നും മടങ്ങിപ്പോകാൻ സാധിക്കുകയില്ല. കണ്ടക്ടറും ഡ്രൈവറും ഉൾപ്പെടെ 2 പേർ മാത്രമേ അന്ന് ബസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സംഘടിച്ച് എത്തിച്ചേർന്നിരിക്കുന്നവർ നിരവധി പേരാണ്. അവരോട് സംസാരിച്ച് മുഷിയുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ ബസ് ഡ്രൈവർ അവിടെ നിന്നും ബസ് ആദ്യമായിട്ട് തങ്കമണിയിലേക്ക് യാത്ര ചെയ്യിക്കുകയാണ്. അധികം വൈകാതെ തന്നെ തങ്കമണിയിൽ അവർ എത്തിച്ചേരുന്നുണ്ട്. അവരെ അവിടെ ഇറക്കിയതിന് ശേഷം മടങ്ങിപ്പോകാമെന്നുള്ള ചിന്തയിലായിരുന്നു ഡ്രൈവറും കണ്ടക്ടറും. പക്ഷേ അവിടെ അവർക്ക് തെറ്റുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ സംഘടിക്കുകയാണ്. അവർ ആ ബസ്സിനെ മടക്കി വിടുന്നില്ല. അവർക്ക് ഒരു വാശി തന്നെ ഉണ്ടായിരുന്നു, മാപ്പ് പറയണം. ബസ്സിൻ്റെ മുതലാളിയായ ദേവസ്യ തന്നെ മാപ്പ് പറയണം. ഒരു വിദ്യാർത്ഥിയെയാണ് അവർ തല്ലി അവശനാക്കി വെളിയിലേക്ക് തൂക്കി എറിഞ്ഞത്. അതിന് ദേവസ്യ നേരിട്ട് തന്നെ വന്ന് മാപ്പ് പറയേണ്ടതാണ്. ആളുകളൊക്കെ വിശ്വസിച്ചത് ദേവസ്യ അവിടെ വന്ന് മാപ്പ് പറയുമെന്നാണ്. പക്ഷേ അതിനയാൾ മുതിരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു പിടിവാശിക്കാരൻ തന്നെയാണ് ദേവസ്യ. അയാൾ അവിടേക്ക് പോകാതെ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്, പീരുമേടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ IC തമ്പാനാണ്. അദ്ദേഹത്തെ നേരിട്ട് പോയി കാണുന്നുണ്ട്. ദേവസ്യയുമായിട്ട് അടുത്ത ബന്ധം തന്നെയാണ് ഈ IC തമ്പാനുള്ളത്. അവർ സുഹൃത്തുക്കളാണ്. ദേവസ്യയുടെ പക്കൽ ധാരാളമായിട്ട് പണമുണ്ട്. അയാൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിരവധി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കാറുമുണ്ട്. ഇവിടെ സംഭവിച്ചതും അതുതന്നെ ആയിരിക്കണം. അതിനെ തുടർന്നായിരിക്കണം വലിയൊരു പോലീസ് സംഘവുമായിട്ടാണ് IC തമ്പാൻ തങ്കമണിയിൽ എത്തിച്ചേരുന്നത്. പിന്നീട് നടന്നത് വലിയൊരു പോര് തന്നെയായിരുന്നു. ആദ്യമൊക്കെ ബസ് കടത്തി വീഴണം, നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും അവർ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ലാത്തി വീശുന്നത്. ആ ലാത്തി ചാർജിലൂടെ വലിയ രീതിയിലുള്ള പരിക്കുകൾ നാട്ടുകാർക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ തിരിഞ്ഞോടുകയല്ല അവിടെ ചെയ്തത്. അവർ തിരിച്ച് പോലീസിനെ ആക്രമിക്കുകയാണ്. ഒരിക്കലും IC തമ്പാൻ അത്തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്ന കൂർത്ത കല്ലുകളും മറ്റും എടുത്ത് പോലീസുകാരുടെ നേർക്ക് എറിയുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് പോലീസുകാർക്ക് അല്പമൊന്ന് പിൻവാങ്ങേണ്ടി വന്നു. കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുകയില്ല എന്ന് എല്ലാവർക്കും വ്യക്തമായിരിക്കുന്നു. കാരണം ഇവിടെ ആക്രമിച്ചിരിക്കുന്നത് പോലീസിനെയാണ്. പോലീസുകാർ തിരികെ മടങ്ങിപ്പോയി. പക്ഷേ നാട്ടുകാർക്ക് ഉറപ്പായിരുന്നു അധികം വൈകാതെ തന്നെ അവർ വലിയൊരു സൈന്യമായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നതാണ്. എത്തിച്ചേർന്നു കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന ഒരു ലാത്തി ചാർജ് ആയിരിക്കുകയില്ല ഇവിടെ അനുഭവിക്കേണ്ടി വരിക. ആളുകളെ സമാധാനിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റായ മാത്യു മത്തായി തെക്കേമലയും ഫാദർ കോട്ടൂരും എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞങ്ങൾ 2 പേരും പോയി നേരിട്ട് പീരുമേട് CAയെ കാണുന്നതാണ്, അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നതാണ്. ഇതൊരു വലിയ പ്രശ്നമാക്കാതെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പറഞ്ഞതുപോലെ തന്നെ ഇവർ 2 പേരും CAയെ പോയി കാണുന്നുണ്ട് പീരുമേട് സ്റ്റേഷനിൽ വെച്ച് തന്നെ. അവർ CAയെ കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവർ വലിയ രീതിയിലുള്ള വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേയധികം നാളുകളായിട്ട്. അതിനിടയിലാണ് ആ വിദ്യാർത്ഥിയെ ആ ബസ് ജീവനക്കാർ ആക്രമിക്കുന്നത്. അതുകൂടെ ആയപ്പോൾ അവർക്ക് സഹിക്കാൻ സാധ്യമായില്ല. മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾ വെച്ചുകൊണ്ട് അവരെ വെറുതെ വിടണം. ഇനി അവർ ഒരു പ്രശ്നത്തിനും വരികയില്ല. പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഉണ്ടാകരുത്. ഈ ആവശ്യങ്ങളൊക്കെ അറിയിച്ചെങ്കിലും IC തമ്പാൻ വെറുതെ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. അല്ലെങ്കിൽ ദേവസ്യ IC തമ്പാനെ വെറുതെ ഇരുത്താനായിട്ട് കൂട്ടാക്കിയിരുന്നില്ല. വലിയൊരു സൈന്യവുമായിട്ടാണ് അടുത്ത ദിവസം IC തമ്പാൻ ഈ തങ്കമണിയിൽ എത്തിച്ചേരുന്നത്. 100 കണക്കിന് പോലീസുകാരുണ്ടായിരുന്നു. മുൻപുണ്ടായിരുന്ന ദിവസത്തേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ലാത്തി ചാർജ് ഉണ്ടാകുമെന്നും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നൊക്കെയാണ് നാട്ടുകാർ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കുകയാണ് IC തമ്പാൻ. അദ്ദേഹം വെടിവെക്കാനുള്ള ഉത്തരവാണ് കൊടുക്കുന്നത്. ആദ്യം നാട്ടുകാരെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് അയാൾ ആ ഓർഡർ കൊടുക്കുന്നത്. അതിനെ തുടർന്ന് കോഴിമല അവറാച്ചൻ എന്ന വ്യക്തി തൽക്ഷണം മരണമടയുകയുണ്ടായി. കുടുംബക്കൽ മാത്യുവിന് അദ്ദേഹത്തിൻ്റെ 2 കാലുകളും നഷ്ടമായി. അവശേഷിച്ച ആണുങ്ങളെല്ലാം അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. കുറേ പേരൊക്കെ അവിടെ നിന്നും കുതറി ഓടുകയുണ്ടായി. അവർ പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ചിരിക്കുകയാണ് ഉണ്ടായത്. ഇടുക്കി പോലുള്ളൊരു സ്ഥലത്ത് ആളുകൾക്ക് ഒളിച്ചിരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. വലിയൊരു ഭൂപ്രദേശം തന്നെയാണ്, ജനസംഖ്യ വളരെയധികം കുറവുമാണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് അവർ ഒളിച്ചിരിക്കാൻ തുടങ്ങി. പോലീസുകാർ ഇനിയും വരുമെന്നും തങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നും അവർക്ക് വ്യക്തമായിരുന്നു. പക്ഷേ ആ വീടുകളിലൊക്കെ സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും തങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ പോലീസുകാർ ഒരു നീക്കവും നടത്തുകയില്ല എന്നും
അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. പിന്നെ വീണ്ടും പോലീസുകാർ എത്തിച്ചേർന്നു. പോലീസുകാർ ഇത്തവണ വീടുകളിലൊക്കെ കയറി ഇറങ്ങുകയായിരുന്നു. പിന്നീട് നടന്നത് നമ്മൾ പറയാൻ പോലും ലജ്ജിക്കുന്ന പല സംഭവങ്ങളുമാണ്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ അവർ ബലാത്സംഗത്തിന് ഇരയാക്കി. കുട്ടികളെ പോലും ആക്രമിക്കാൻ അവർ മുതിർന്നു. മുൻപ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള പുരുഷന്മാർക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച ഇതുതന്നെയായിരുന്നു. അടുത്ത അസംബ്ലി ഇലക്ഷൻ എടുക്കാൻ വെറും 6 മാസം മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്നത് കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയാണ്. LDF അല്ലെങ്കിൽ ഇടതുപക്ഷം ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ മുന്നോട്ട് വരികയുണ്ടായി. വലിയ രീതിയിലുള്ള സമരങ്ങളും റാലികളുമൊക്കെ അവർ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും മുൻപിൽ നിന്ന് നേതൃത്വം നൽകിയത് സാക്ഷാൽ EMS തന്നെയായിരുന്നു. ഇലക്ഷനോടടുപ്പിച്ച് രാജീവ് ഗാന്ധി നേരിട്ട് ഇവിടെ എത്തിച്ചേർന്ന് കെ കരുണാകരന് ക്ലീൻ ചൂട്ട് കൊടുക്കാൻ പോലും മുതിരുകയുണ്ടായി. UDFൻ്റെ വാദം ഇപ്രകാരമായിരുന്നു: ഇതൊക്കെ കെട്ടിച്ചമച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ഒരു രീതിയിലുള്ള തെളിവുകളുമില്ല, ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള LDFൻ്റെ തന്ത്രമാണ്. ഇതേസമയം കോടതിയിൽ 31 വ്യത്യസ്തമായിട്ടുള്ള ഹർജികളാണ് വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കേസന്വേഷണം CBIക്ക് വിടണം, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും പീഡനങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം, ഈ കേസിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്യണം, അവർക്കെതിരെ വിചാരണ ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം, അവരെ ശിക്ഷിക്കണം. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഹർജികൾ. അതിനു പുറമെ സാറാ ജോസഫിൻ്റെ കീഴിൽ മാനുഷി എന്നൊരു സംഘടന തങ്കമണിയിൽ എത്തിച്ചേരുന്നുണ്ട്. അവർ ഓരോ വീടുകളിലും എത്തിച്ചേരുന്നു. അവരുമായിട്ട് സംസാരിച്ച് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെ എഴുതി ഉണ്ടാക്കുന്നുണ്ട്. മാനഭംഗത്തിൻ്റെ രാഷ്ട്രീയം എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ പേര്. അവരത് സർക്കാരിന് സമർപ്പിക്കുകയും ഉണ്ടായി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. മുഖം രക്ഷിക്കാനായിട്ട് കെ കരുണാകരൻ 5 പോലീസുകാർക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നുണ്ട്, അവരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ IC തമ്പാനും പെടും. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ വിജയിക്കുന്നത് LDF ആണ്. 78 സീറ്റാണ് ആ വർഷം അവർക്ക് ലഭ്യമാകുന്നത്. അതിനെ തുടർന്ന് നയനാർ അധികാരത്തിലെത്തുന്നു, അടുത്ത മുഖ്യമന്ത്രിയാകുന്നു. നയനാർ അധികാരത്തിൽ എത്തിച്ചേർന്ന് അധികം വൈകാതെ തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിറക്കുകയാണ്. ജസ്റ്റിസ് B ശ്രീദേവിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഒട്ടും വൈകാതെ തന്നെ സമർപ്പിക്കുന്നുമുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് അന്ന് അവിടെ അരങ്ങേറിയിട്ടുള്ള നരനായകനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. LDF അധികാരത്തിൽ എത്തിച്ചേർന്നത് തങ്കമണിയിൽ നടന്നിട്ടുള്ള ആ നരനായകനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അതിനെതിരെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ട് കൂടി അന്ന് സസ്പെൻഡ് ചെയ്ത ആ 5 പേരെയും പ്രൊമോഷനോടുകൂടി തന്നെ തിരിച്ച് സേനയിലേക്ക് എടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അവർക്കെതിരെ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ടാകുമെന്ന് പറയുന്നത് പോലെ ദേവസിയുടെ ആ ഒരു ഉയർച്ചയ്ക്കും ഒരു ഒടുക്കമുണ്ടായിരുന്നു. അയാൾക്ക് അർഹമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ ലഭ്യമാവുകയും ഉണ്ടായി. പക്ഷേ അതൊന്നും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നതല്ല. അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു കടബാധ്യതയിലേക്ക് പോവുകയുണ്ടായി. അയാൾക്ക് അയാളുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. ഒടുവിൽ കുമളിയിലെ ഒരു ഗസ്റ്റ് ഹൗസിൽ താൽക്കാലിക ജീവനക്കാരനായിട്ട് അദ്ദേഹം കയറുകയാണ്. അവിടം കൊണ്ടും അദ്ദേഹത്തിന് രക്ഷമുണ്ടായിരുന്നില്ല. സൂര്യനെല്ലി എന്ന് പറയുന്ന കേരളത്തെ മുഴുവനും പ്രകമ്പനം കൊള്ളിച്ച കേസ്, ആ കേസിലെ മുഖ്യപ്രതിയായിട്ട് അയാൾ മാറുകയായിരുന്നു. അയാളെ ശിക്ഷിക്കുന്നുമുണ്ട്. അയാൾ ചെയ്തു കൂട്ടിയ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഒന്നു മാത്രമായിരുന്നു സൂര്യനെല്ലി. അയാളെ ശിക്ഷിച്ചതും ആ ഒരൊറ്റ കുറ്റത്തിന് മാത്രമാണ്. തങ്കമണിയിൽ നടന്നത് വലിയൊരു ക്രൂരകൃത്യമായിട്ട് പോലും അതിൻ്റെ പേരിൽ അയാൾക്ക് ഒരു രീതിയിലുള്ള ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നില്ല. തങ്കമണി സംഭവവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത വർഷമായ 1987 ഒരു സിനിമ തന്നെ ഇറങ്ങുന്നുണ്ട്. ഇതാ സമയമായി എന്നാണ് ആ സിനിമയുടെ പേര്. ഇപ്പോൾ ഈ വർഷം 2024 ഇതേ സംഭവത്തെ ആസ്പദമാക്കി മറ്റൊരു സിനിമയും ഇറങ്ങുകയാണ്. ചരിത്രം വീണ്ടും ഒരു സിനിമയുടെ കഥയായിട്ട് മാറുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മനുഷ്യരാശിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങൾ. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും ഒരിടത്തും ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.